ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദുഃഖത്തിന് കാരണം. ജ്ഞാനം സമുദ്രമായിട്ട് നമുക്ക് മുന്നിൽ ഉണ്ട്. അതിൽ ഒരു തുള്ളിയെടുത്ത് നമ്മുടെ മനസ്സിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ശാന്തരായി സമാധാനപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ജ്ഞാനം വാക്കുകളിലൂടെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ജ്ഞാനത്തിന് മൂല്യമുണ്ടാകുന്നത്. വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് നിർത്തുകയും കുറ്റങ്ങളും കുറവുകളും താരതമ്യം ചെയ്യലും വിലയിരുത്തലും വിധി കൽപ്പിക്കലും ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. ആ ജ്ഞാനത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവിതത്തെ നമുക്ക് ശാന്തമാക്കാൻ കഴിയുന്നത്. ജ്ഞാനം നമ്മളോട് പറയുന്നത് ഇവിടെ എല്ലാം താൽക്കാലികമാണ്, മാറ്റത്തിന് വിധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ മൗനത്തെ അറിയാൻ കഴിയുന്നത്, അതിൻ്റെ സാന്നിധ്യത്തിൽ അലിയാൻ കഴിയുന്നത്. ആ സമയം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെയാണ്. അതായത് ചിന്തകളും വാക്കുകളും സങ്കല്പങ്ങളും അടങ്ങിയ ഇല്ലാതായ അവസ്ഥ. ശരിക്കും ദുഃഖമുണ്ടാകുന്നതിന് കാരണം നമ്മുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് ചെറുതാകുമ്പോൾ അവിടെ വേദനയുണ്ട്. എന്നാൽ ആ കാഴ്ചപ്പാട് വിശാലമാകുമ്പോൾ അവിടെ വേദന ഇല്ലായ്മ ഉണ്ട്. ഒരു പ്രശ്നം കാരണം നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ കാഴ്ചപ്പാടാണ് അതിന് കാരണം. ആ പ്രശ്നം എല്ലാവരെയും വേദനിപ്പിക്കുന്നില്ല. പ്രശ്നമാണ് നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പ്രശ്നത്തോട് നമ്മുടെ കാഴ്ചപ്പാട് ഏത് രീതിയിലാണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ വേദന അനുഭവിക്കുന്നത്. അപ്പോൾ വേദന ഇല്ലാതാവണമെങ്കിൽ അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഒരു കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടമാകുമ്പോൾ അത് വേദനയാണ്. പക്ഷെ അവിടെ മുതിർന്ന ഒരാളുണ്ടെങ്കിൽ ആ കളിപ്പാട്ടത്തിൻ്റെ നഷ്ടം അയാൾക്ക് വേദനയില്ല. അതേപോലെ ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ആ നഷ്ടം മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല. ജ്ഞാനം നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് ആ നഷ്ടത്തിൽ വേദനിക്കപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇനി ജ്ഞാനം നമ്മളോട് മറ്റൊന്ന് പറയുന്നു. കാരണം ജീവിതത്തിൽ എല്ലാം നിനക്ക് നഷ്ടമാകും, നിനക്ക് നിന്നെ തന്നെ നഷ്ടമാകും. അതറിഞ്ഞ് ജീവിക്കുമ്പോഴും അവിടെ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഓരോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. വാർദ്ധക്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഏതൊന്നും ഇവിടെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇന്ന് നമുക്ക് നടുവേദനയാണെങ്കിൽ
നാളെ നെഞ്ചുവേദന, മറ്റന്നാൾ വയറുവേദന. ഇതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തിൽ വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്. അപ്പോൾ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല. അതേപോലെ മരണത്തെ നമുക്ക് ഒഴിവാക്കാനേ കഴിയില്ല. ജനിച്ചു കഴിഞ്ഞാൽ അവിടെ മരണം ഉണ്ട്. സർവ്വ ജീവജാലങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്. മരണത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന വസ്തുക്കൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അവർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോകും. അത് സത്യമാണ്. അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ വേർപെട്ട് പോകും. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഇതാണ് സത്യമെന്നറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത്, ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കണം. നല്ല പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് നല്ല ഫലം അനുഭവിക്കാൻ സാധിക്കും. അതേ സമയത്ത് ചീത്ത പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. അതും ഒരു സത്യമാണ്. നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനിപ്പിക്കുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത്, അതിൽ ഒരു ഫലം നമുക്ക് ഉണ്ട്. ഈ സത്യം അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ എല്ലാത്തിനോടൊരു സൗഹൃദം ഉണ്ടാക്കണം. നമ്മളോട് ചില ആളുകൾ പറയാറുണ്ട്, നീ അയാളുമായിട്ട് സൗഹൃദത്തിൽ ആണോ? അവിടെ സൗഹൃദം ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനം ഉണ്ട്. ആളുകളുമായിട്ട് മാത്രമല്ല നമ്മൾ സൗഹൃദം ഉണ്ടാക്കേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള സർവ്വ ജീവജാലങ്ങളുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കണം. മരങ്ങൾ, ചെടികൾ, പൂക്കൾ, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, എല്ലാവരുമായിട്ടൊരു സൗഹൃദം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആണ് അവിടെ സമാധാനത്തിന് കടന്നു വരാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എല്ലാം നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വസ്തുക്കളോടും ആ ആളുകളോടും ഒരു സൗഹൃദം സ്ഥാപിക്കുക. സൗഹൃദം മാത്രം. അതേപോലെ നമ്മുടെ നഷ്ടങ്ങളോട്, പരാജയങ്ങളോട്, വേദനകളോട്, ദുഃഖത്തോട് എല്ലാം ഒരു സൗഹൃദം സ്ഥാപിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എതിർക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അവിടെ എല്ലാമായിട്ട് ഒരു ഒന്നാവലുണ്ട്. ആ ഒന്നാവലിലാണ് നമുക്ക് ശരിയായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ജ്ഞാനത്തിൻ്റെ അഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ജ്ഞാനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം ശാന്തമായി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം ശാന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള
ഒരുക്കങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ഒരുക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. മനസ്സിൻ്റെ ശാന്തിയിലാണ് ജീവിതത്തെ ശാന്തമാക്കാൻ കഴിയുന്നത്. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ